നമുക്ക് കോഴിക്കോടിന്റെ അവസ്ഥ കൂടി ഒന്ന് നോക്കണം. ചേതൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ചേതൻ, എങ്ങനെയാണ് കോഴിക്കോടിന്റെ നിലവിലത്തെ സാഹചര്യം? അവിടെയും സമാനമായ അവസ്ഥയാണോ? മഴ തകർത്ത് പെയ്യുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധൂരി, കോഴിക്കോട് മലയോര മേഖലയിൽ മഴ ശക്തമായി പെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. എന്നാലും തീരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ കോഴിക്കോടിൻ്റെ മറ്റു പ്രദേശങ്ങളിലും സാമാന്യ ഭേദമന്യേ മഴ പെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് വെള്ളയിൽ ഫിഷിംഗ് ഹാർബറാണ്. മറ്റു ജില്ലയിലെ സമ്പർക്കമായി പരിശോധിച്ചാൽ താമരശ്ശേരി ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള മഴയുണ്ട്. താമരശ്ശേരി കുടുക്കിൽ ഉമ്മറം അമ്പായക്കുന്ന് അബ്ദുൾ റഷീദിൻ്റെ വീടിൻ്റെ സുരക്ഷാഭിത്തിയും കിണറിൻ്റെ ആൾമറയും തകർന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം വിലങ്ങാടാണ്. വിലങ്ങാട് മലയോരത്ത് അതിശക്തമായ മഴയാണ്. മുമ്പ് അറിയാവുന്ന സാഹചര്യമാണ്. പ്രളയമൊക്കെ വന്നതാണ്. ഈ വനമേഖലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലും മഴ കനക്കുകയാണ്. പാനോം, വായാട്, മലയങ്ങാട് ഭാഗങ്ങളിൽ മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. ജനങ്ങൾ പരസ്പരം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. വിലങ്ങാട് പുഴയിലും സമാനമായ വലിയ രീതിയിലുള്ള മഴ കൂടി വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിന്ധൂർ, ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത അറിയാം. കഴിഞ്ഞ ദിവസമാണ് ട്രോളിംഗ് നിരോധനം അവസാനിച്ചത്. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ കടലിലേക്ക് പോകാം, അവരുടെ നഷ്ടപ്പെട്ട ആദായം വീണ്ടെടുക്കാം എന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു. പക്ഷേ മഴ വില്ലനായി അവതരിച്ചു വരുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ തന്നെ ചിലരുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. ചേട്ടാ, ഇങ്ങനെ മഴ നിങ്ങൾ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയല്ലേ? മഴ പ്രതികൂലം തന്നെയല്ലോ. ഇന്നൊരു കടലിൽ പോകാന്നുള്ളൊരു കടൽക്ഷോഭമാണ്. മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, ഇത് പോകണ്ട? അതൊന്നും അറിയില്ല കിട്ടിയെന്നുള്ളത്. ഏതായാലും അവർ വല നെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശക്തമായ മഴ. അവർ ഇന്ന് കടലിൽ ട്രോളിംഗ് അവസാനിച്ച് കടലിൽ പോകാമെന്ന ആ ഒരു ശുഭപ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. അതിൻ്റെ ഒരു നിരാശ ഒക്കെ ആ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സിന്ധൂരി, ജില്ലയിൽ സമഗ്രമായി പരിശോധിച്ചാൽ മഴ വളരെ ശക്തിയായി പെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. PSC പരീക്ഷകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അവധി ബാധകമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് തുടരുന്നതായിരിക്കും. മറ്റ് കാര്യങ്ങൾ ഈ മധ്യ കേരളത്തിലെ പോലെ അത്ര രൂക്ഷമായിട്ടില്ലെങ്കിലും സാമാന്യം ശക്തമായി മഴ ഈ മലബാർ പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്നുണ്ട്. ചേട്ടാ, ഇന്ന് കടലിൽ പോകാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, പോകാൻ പറ്റുന്നില്ല? പോകാൻ പറ്റിയില്ല. കാരണം കാലാവസ്ഥ വളരെ മോശമായതിനെ കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാ നേരവും രാവിലെ പോവുക ചെയ്യുക. ഇപ്പോൾ രാവിലെ പോകാൻ കഴിയുന്നില്ല. പോകാൻ കഴിയാത്തതിനെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ പണി വല്ല റിപ്പയർ തുടങ്ങിയത്. ട്രോളിംഗ് നിരോധനമൊക്കെ അവസാനിച്ച് ഇന്നലെ മുതൽ അവസാനിച്ച്. അപ്പോൾ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഈ മഴ ഇങ്ങനെ വില്ലനായിട്ട് നിൽക്കുകയാണ്. കാലാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പോകാത്തത്. ഇല്ല, പെൻഷൻ കിട്ടിയില്ല. ക്ഷാമബത്ത പെൻഷൻ ഇല്ല, കിട്ടിയില്ല. ഒരു ഗഡേ കിട്ടിയിട്ടുള്ളൂ. എത്ര രൂപയാണ് കിട്ടാനുള്ളത്? ഇനി 4500 റുപ്യാണ്. അതിൽ 1500 കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ എങ്ങനെ ഈ വർദ്ധിക്കാലം എങ്ങനെ തരണം ചെയ്തു? ഞങ്ങൾ പിന്നെ ഇത് കടമ്പേങ്ങി, പല ആളുകളും കടമ്പേങ്ങും. അങ്ങനെ ഒത്തുപിടിച്ച് പോകും. കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കൂ. ഈ ഒരു ദിവസത്തിന് കാത്തിക്കാണ്. ഇങ്ങനെയുള്ള നമുക്ക് പണിയെടുക്കുന്ന ടൈമാണ് ഇപ്പോൾ. അപ്പോഴാണ് ഈ കാലാവസ്ഥ ഇങ്ങനെ ആയിട്ട്. കാലവർഷം വൈകിട്ട് വന്നതിനെ കൊണ്ടാണ് മത്സ്യത്തൊഴിലാളിക്ക് ബുദ്ധിമുട്ടായത്. ആനുകൂല്യം ഒരു കുന്തും കിട്ടിയിട്ടില്ല. ആകെ 1500 രൂപ വന്നിട്ടുള്ളൂ. നമുക്ക് 4500 രൂപ ഉണ്ട്. 1500 മാത്രം കിട്ടിയതല്ല, 500 രൂപ വന്നിട്ടുള്ളൂ. വേറൊന്നും വന്നിട്ടില്ല. വർദ്ധിക്കാലം എന്നുള്ള ലോണെടുത്ത് കടം വാങ്ങിയിട്ട് ജീവിക്കും. കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുമായിരിക്കും. അതാണ് അതിൻ്റെ കണക്ക്. വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പുതിയ വല സെറ്റ് ചെയ്യാം. ഇതൊരു 16 ലക്ഷം 17 ലക്ഷം റുപ്യ ആവും ഇതിന്. മുതൽ മുടക്ക് ഇതൊക്കെ തിരിച്ചു പിടിക്കണം. മാസത്തിൽ കടന്ന് കാറ്റുണ്ടെങ്കിൽ പോകാൻ പ്രയാസമാണ്. അതാണ് നമ്മളെ പേരെന്നൊരു സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ എല്ലാവരും നല്ല കടിക്കുന്ന പറഞ്ഞ പോലെ. പിന്നെ ഭയങ്കര പ്രയാസമാണ് ഉണ്ടായാൽ പ്രശ്നം. അത് മുൻകൂട്ടി വന്ന് പോവാണെങ്കിൽ നമുക്ക് പണിക്ക് പോവാം. നമുക്ക് ഇത് വരോ എന്നുള്ളൊരു പേടിക്ക് കളക്ടർ ജാഗ്രത ഇപ്പോഴാണ് വന്നത്. തലേന്ന് അറിയിച്ച ഒരു അവധി വരെ കൊടുത്തപ്പോഴാണ് കൊടുത്തേ. അതങ്ങനെ നിൽക്കാണ് ഇപ്പോൾ. പണിക്ക് വേണ്ടി നിൽക്കാണ് ഇപ്പോൾ.
സിന്ധൂരി മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന മത്സ്യവ്യവസായം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. ഇന്ന് ട്രോളിംഗ് നിരോധനമൊക്കെ അവസാനിച്ച് കടലിൽ പോകാമെന്ന പ്രതീക്ഷയിലായിരുന്നു ധാരാളം പേര്, നിരവധി പേര്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 17 ലക്ഷത്തോളം രൂപ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഈ നെറ്റുകൾ, പുതിയ വലകൾ വാങ്ങിയത്. ഇതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ അപ്പോഴാണ് ഈ മഴ വില്ലനായി അവതരിക്കുന്നതും. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത്, ഈ അവസാന നിമിഷമാണ് ജില്ലാ കളക്ടറുടെ ജാഗ്രതാ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം രാത്രി മുതലേ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ജില്ലാ കളക്ടറുടെ ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോടിലെ നിവാസികൾക്ക് ലഭിച്ചത്. സിന്ധൂരി.